എല്ലാവരെയും എൻ്റെ പൊൻവീണ ചാനലിലേക്ക് വളരെ വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഷൈല രാജൻ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ പറയാൻ പോകുന്നത് ഗ്രൂപ്പ് സോങ്ങിന് പങ്കെടുക്കുന്ന കുട്ടികൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആദ്യമായി തന്നെ ഗ്രൂപ്പ് സോങ് 10 മിനിറ്റാണ്. 7 കുട്ടികളാണ് ഗ്രൂപ്പ് സോങ്ങിന് പങ്കെടുക്കുന്നത്. നമുക്ക് ശ്രുതി അനുവദനീയമാണ്. അപ്പോൾ ഈ 10 മിനിറ്റിൽ നമ്മളൊരു 9:30-9:45 മിനിറ്റിൽ നമ്മൾ ഇത് പാടി അവസാനിപ്പിക്കണം പ്രാക്ടീസ് ചെയ്യുമ്പോൾ. പിന്നെ 7 കുട്ടികളിൽ നമുക്ക് ഒരു കുട്ടി മിക്കവാറും സെൻറ്ററിൽ നിൽക്കുന്ന കുട്ടിയായിരിക്കണം. ആ കുട്ടി നമ്മൾ പല 2-3 ശ്രുതിയിലും 4-5 താളത്തിലും നമുക്ക് ഗ്രൂപ്പ് സോങ് പാടാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഈ താളം മാറുന്നതനുസരിച്ച് ഒരു കുട്ടി ടൈമിംഗ് ഇട്ട് കൊടുക്കുക. താളം ഒരു താളത്തിൽ നിന്ന് മറ്റേ താളത്തിലേക്ക് കടക്കുമ്പോൾ ആ കുട്ടി ടൈമിംഗ് ഇടുമ്പോൾ മറ്റു കുട്ടികൾക്കും അത് കാണുന്നവർക്കും ഒക്കെ ഒരു ആസ്വാദകമായിരിക്കും. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ എന്താ പറയണ്ടേ, മൈക്ക് 3-4 മൈക്ക് നമുക്ക് തരും. അപ്പോൾ 7 പേരിൽ ഒരു 2 പേരുടെ അടുത്ത് 3 പേരുടെ അടുത്ത് ഒരു മൈക്ക് വയ്ക്കുക. 3 പേരുടെ നടുക്ക് നിൽക്കുന്ന കുട്ടിയുടെ അടുത്ത് ഒരു മൈക്ക് വയ്ക്കുക. ഈ സൈഡിൽ 3 പേരിലെ നടുക്ക് നിൽക്കുന്ന കുട്ടിയുടെ അടുത്ത് ഒരു മൈക്ക് വയ്ക്കുക. അപ്പോൾ 2 മൈക്കായി. പിന്നെ സെൻറ്ററിൽ നിൽക്കുന്ന കുട്ടിയുടെ അടുത്ത് ഒരു മൈക്ക് വയ്ക്കുക. അങ്ങനെയാണ് നമ്മൾ ഈ സ്റ്റേജിൽ നിൽക്കുമ്പോൾ ചെയ്യുന്ന കാര്യം. മൈക്കൊക്കെ ടെസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഇത് നമുക്ക് തുടങ്ങാം. അപ്പോൾ അതിന് മുൻപായി തന്നെ എനിക്ക് വളരെയധികം പറയാനുള്ളത് ശ്രുതിയുടെ കാര്യമാണ്. ഞാൻ പറഞ്ഞു 2-3 ശ്രുതിയിൽ പാടാമെന്ന് പറഞ്ഞു. ശ്രുതിയുടെ കാര്യം വളരെയധികം നമ്മൾ ശ്രദ്ധിക്കണം. എന്നാലാണ് നമുക്ക് പാട്ട് മുന്നോട്ട് പോകാനായിട്ട് കേൾക്കുന്നവർക്ക് സുഖം, കാണുന്നവർക്ക് സുഖം, ജഡ്ജസിന് സുഖം. ഇതൊക്കെ നമ്മൾ ശ്രുതി വളരെയധികം, ഞാൻ പറഞ്ഞില്ലേ 2-3 ഒരു ടൈമിൽ തന്നെ കുട്ടികളുടെ കഴിവ് എന്ന് പറഞ്ഞാൽ ഒരു ടൈമിൽ 3 ശ്രുതിയിൽ പാടുന്നുണ്ട്. അത് പാടുന്നത് ഭയങ്കര ഒരു കഴിവ് തന്നെയാണ്. അപ്പോൾ അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. കാരണം 3 പേര് ഒരു ശ്രുതി പാടും. ഇപ്പം നമ്മൾ അപ്പോൾ നമ്മൾ ബേസിലെ സാ ഒരു കുട്ടി ഒരു ടീം പാടണം. അപ്പം തന്നെ അതല്ലേ അങ്ങനെ ഒരു ടൈമിൽ 3 ശ്രുതിയിൽ പാടും കുട്ടികൾ. അപ്പോൾ അത് വളരെ ശ്രദ്ധിച്ച്, നമ്മൾ മത്സരത്തിനൊക്കെ ജഡ്ജ്മെൻറ്റും പോകുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് എത്ര രസമായിട്ടാണ് കുട്ടികൾ പാടുന്നതെന്ന് അറിയാം. നമുക്ക് വളരെ അധികം സന്തോഷം തോന്നും കേൾക്കുമ്പോൾ. അപ്പോൾ ആ കാര്യങ്ങൾ ഞാൻ വിശദമായിട്ട് പറയാം. അതിന് മുൻപായി തന്നെ LP വിഭാഗം ലളിതഗാനത്തിൻ്റെ ശാസ്ത്രീയ സംഗീതത്തിൻ്റെ പോലെ തന്നെ LP വിഭാഗം സബ് ജില്ലയിലേക്കും UP വിഭാഗം ഹൈസ്കൂളിലേക്കും സ്റ്റേറ്റിലേക്ക് ഹൈസ്കൂളും ഹയർ സെക്കൻഡറി സ്റ്റേറ്റിലേക്ക് മത്സരിക്കുന്നത്. അപ്പോൾ LP വിഭാഗം സബ് ജില്ലയിലേക്കും UP വിഭാഗം ജില്ലയിലേക്കും, ഞാൻ പറഞ്ഞതിൽ മിസ്റ്റേക്ക് വന്നു, UP വിഭാഗം ജില്ലയിലേക്കും ഹൈസ്കൂളും ഹയർ സെക്കൻഡറി വിഭാഗം സ്റ്റേറ്റിലേക്കാണ് മത്സരം പോകുന്നത്. അപ്പോൾ ഇനി നമുക്ക് ശ്രുതിയുടെ കാര്യം പറയാം. ശ്രുതി സ്വരങ്ങൾ എന്ന് പറയുന്നത് സായും പായുമാണ്. ഇത് പ്രകൃതിയിലെ സ്വരങ്ങളാണ്. പ്രകൃതിയിലെ സ്വരങ്ങൾ എന്ന് പറയുന്നത് മാറ്റമില്ലാത്ത സ്വരത്തിനെയാണ് നമ്മൾ പ്രകൃതിയിലെ സ്വരങ്ങൾ എന്ന് പറയുന്നത്. ബാക്കി 5 സ്വരങ്ങളും രാഗം മാറുന്നതനുസരിച്ച് സ്വരങ്ങൾ മാറും. അപ്പോൾ നമ്മളിപ്പോൾ മന്ത്രസ്ഥായി, അത് മധ്യസ്ഥായി, താരസ്ഥായി. അപ്പോൾ അങ്ങനെ ശ്രുതി പിടിച്ചിട്ടാണ് നമ്മൾ പാടുന്നത്. അപ്പോൾ കറക്റ്റ് ശ്രുതി ബോക്സ് വെച്ച് നമ്മൾ പതുക്കെ സാപ്പാസ മൂളിയതിന് ശേഷം പാട്ടിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ സാപ്പാസ പറഞ്ഞിട്ട് വേണം നമ്മൾ തുടങ്ങാനായിട്ട്. അതുപോലെ തന്നെ സംഗീതത്തിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു ഭാഗമാണ് ശ്രുതി എന്ന് പറയുന്നത്. സംഗീതം എന്ന് പറഞ്ഞാൽ സമ്യക്തമാകുന്ന ഗീതം, അതാണ് സംഗീതം. അപ്പോൾ ഈ ശ്രുതിയുടെ കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. ശ്രുതി ചേർന്ന് തന്നെ പാടണം. വളരെ നമ്മുടെ ശ്രുതി സംഗീതത്തിലെ ഏറ്റവും മർമ്മമായൊരു ഭാഗമാണ് ശ്രുതി എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്കടുത്ത് താളത്തിലേക്ക് കിടക്കാം. താളം എങ്ങനെ, ഞാൻ പറഞ്ഞില്ലേ ഏതൊക്കെ താളമാണ് ഉപയോഗിക്കുന്നത്, കോമൺ ആയിട്ട് ഏതൊക്കെ താളം ഉപയോഗിക്കുന്നത്, നമുക്കതിലേക്ക്. നമ്മൾ മിക്ക പാട്ട് കമ്പോസ് ചെയ്യുന്നതും ഒരു 4-5 താളത്തിലാണ്. 3/4, 4/4, 5/8, 6/8, 7/8 ഇതിലാണ് മിക്ക സംഗീതം ചെയ്യുന്ന സംഗീതജ്ഞരും ഇത് കമ്പോസ് ചെയ്യുന്നത് ഈ താളത്തിലാണ്. അപ്പോൾ നമ്മൾ
ഈ താളത്തിലൊക്കെ ആയിരിക്കും നമ്മുടെ പാട്ട് വരുന്നത്. അപ്പോൾ 3/4 സിനിമ പാട്ട് എന്ന് പറയുന്നത് തക്കിട്ട തക്കിട്ട. അപ്പോൾ അതിലുള്ള സിനിമ പാട്ടാണ് മലയാള ഭാഷതൻ മാതക സംഗീയിൽ ഇടരുന്നു. ആ പാട്ട് 3/4 അടുത്തത് 4/4 പാട്ടെന്ന് പറഞ്ഞാൽ തക തീമി തക തീമി തക തീമി. അതാണ് 4/4 താളം. അപ്പം അതിനകത്തുള്ളൊരു പാട്ടാണ് ഇന്ദ്രവല്ലരി പൂച്ചൂടി വരും സുന്ദര ഹേമന്തരാത്രി. ആ പാട്ട് 4/4 അടുത്തതാണ് 5/8 പാട്ടാണ്. അതായത് തക തക്കിട്ട തക തക്കിട്ട. അതിലുള്ളൊരു സിനിമ പാട്ടാണ് സൗവർണികാമൃതീകൾ പാടും നിന്റെ സഹസ്രനാമങ്ങൾ. ആ പാട്ട് ഈ തക തക്കിട്ട 5/8 ഇനി അടുത്തത് 6/8 പാട്ട്. അത് സ്പീഡിലാണ് അല്പം. അതിലുള്ള ഒരു പാട്ടാണ് ഇല്ലിമുളം കാടുകളിൽ ലല്ലലം പാടി വരും തെന്നലേ തെന്നലേ. ആ പാട്ട് 6/8 അടുത്തത് 7/8 പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലിയാമ്പൽ കടവിൽ നരയ്ക്കു വെള്ളം. അപ്പം ഞാനിതൊക്കെ പറഞ്ഞ് ഓരോ ഉദാഹരണമാണ് പറയാൻ കാരണം. അപ്പം നമ്മൾ ഗ്രൂപ്പ് സോങ്ങിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഗ്രൂപ്പ് സോങ്ങിൽ 5 താളത്തിലപ്പോൾ ഈ വക താളത്തിൽ കമ്പോസ് ചെയ്യും. അപ്പം അതനുസരിച്ച് നടക്കുന്ന കുട്ടി ഓരോ താളം മാറുമ്പോഴും കറക്റ്റായി ടൈം കൊടുത്ത് മറ്റു കുട്ടികൾക്ക് മനസ്സിലാവുന്ന തരത്തിൽ ആക്കണം. നല്ല എനർജിയോടുകൂടി പാടണം. നമുക്ക് സ്വരങ്ങൾ പാടാം. സ്വരങ്ങളെല്ലാം സ്വരങ്ങളുടെ സ്ഥാനത്ത് തന്നെ ഇരുന്ന് പാടണം. കറക്റ്റ് ഒരു മ്യൂസിക് ടീച്ചറെ അല്ലെങ്കിൽ ഒരു പാട്ട് എഴുതുന്ന കമ്പോസറെ നമ്മൾ അടുത്ത് ചെന്ന് നമ്മുടെ ഗ്രൂപ്പ് സോങ് ചെക്ക് ചെയ്തിട്ട് സ്വരങ്ങളെല്ലാം കറക്റ്റ് സ്ഥാനത്താണോ എന്ന് ചെക്ക്. വെറുതെ സരിഗമ പതിനിസ ചില കുട്ടികൾ പാടുന്നുണ്ട്. അപ്പം അങ്ങനെയൊന്നും പാടാതെ ചില കുട്ടികളുടെ പാട്ട് കേട്ടിട്ട് സത്യം പറഞ്ഞാൽ നമുക്ക് രോമാഞ്ചകമുണ്ട്. നല്ല അടിച്ച് താളത്തിലും ശ്രുതിയിലും ശ്രുതി അങ്ങോട്ട് ചേർന്ന് കേൾക്കുമ്പോഴല്ലോ എന്താ രസം. അപ്പം എൻ്റെ കുട്ടികൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് ഒരു 9:45 പ്രാക്ടീസ് ചെയ്ത് അവസാനിപ്പിച്ച് 1ാം സ്ഥാനം വാങ്ങി വരിക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് പാട്രിയോട്ടിസം, അതായത് ദേശഭക്തി ഗാനത്തിൽ പങ്കെടുക്കുന്ന കുട്ടികൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഉള്ളതാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.